എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുലർച്ചെ ഞാനൊരു അനുഭവം വായിക്കുകയാണ്. ഈ അനുഭവം ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരമ്മ പറഞ്ഞിരുന്നു, എൻ്റെ അനുഭവം കേട്ടില്ല, ഞാൻ വായിച്ചത് കേട്ടില്ല എന്ന്, തിരഞ്ഞു കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടെ വായിക്കുകയാണ്, വേറെ രക്ഷയില്ലല്ലോ. ഹരേ കൃഷ്ണ. എൻ്റെ ഒരു അനുഭവം അറിയിക്കട്ടെ. 3 വർഷം കഴിഞ്ഞു കേട്ടോ. വീട്ടിൽ ആരുമില്ല, ഞാനും ഹസ്ബൻഡ് മാത്രം. 2 ആൺമക്കളാണ്, അവർ ജോലി സ്ഥലത്താണ്. അവരുടെ ഭാര്യമാർ വെക്കേഷൻ ആയപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാനും ഹസ്ബൻഡ് മാത്രമായി. ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഞാൻ മാത്രം വീട്ടിൽ. എനിക്ക് കുറേ ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനൊരു കൃഷ്ണഭക്തിയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, വീട് ശുദ്ധി വരുത്തും, കുളിക്കും, പൂജാ റൂമിൽ കയറും, വിളക്ക് കൊളുത്തി തുളസി പറിച്ച് കൃഷ്ണന്റെ പാദത്തിൽ സമർപ്പിക്കും, പ്രാർത്ഥിക്കും. കൃഷ്ണ, എന്നെ പരീക്ഷിക്കല്ലേ, ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, ചോറ് വാർത്ത വെള്ളം മാത്രം കുടിച്ച് ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഭഗവാന് മാത്രമേ അറിയൂ എനിക്കെന്താണെന്ന്. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു, മക്കൾ നാട്ടിൽ വന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റി, ക്ഷീണമാണല്ലോ. ഒരു ഗസ്റ്റും അവരുടെ കൂടെ വന്നിരുന്നു. അവരും ചോദിച്ചു, എന്ത് ക്ഷീണം, എന്താണ്? ഞാൻ പറഞ്ഞു, മോഷനൊന്നും തീരെയില്ല, ഭക്ഷണം വേണ്ട, പൈൽസിന് മരുന്ന് കഴിച്ചു, ശരിയായില്ല, വിശപ്പില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, അത് വാങ്ങി കഴിച്ചു നോക്കൂ, ശരിയാവുമെന്ന്. ഞാൻ പറഞ്ഞു, ശരി നോക്കാം. അവർ തന്ന ആ മരുന്ന് എനിക്ക് വാങ്ങി തന്നിട്ട് നാട്ടിലേക്ക് പോയിട്ടോ. അടുത്ത ദിവസം ഞാൻ മരുന്ന് കഴിച്ചു, നല്ലവണ്ണം മോഷനായി. ഞാൻ സന്തോഷത്തോടെ അവരെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം എനിക്ക് ശക്തിയായ ബ്ലീഡിങ് തുടങ്ങിയിട്ടോ. കുളി കഴിഞ്ഞ് പൂജാ റൂമിൽ കയറി വിളക്ക് വെച്ചു. അവിടെ ഇരുന്ന് നാമജപവും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വായിച്ചു, ഭഗവാനെ വിളിച്ചു. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, കൃഷ്ണ എന്നെ പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. എനിക്ക് തലചുറ്റുന്നു. ഹസ്ബൻഡിനെ വിളിച്ചു. അവർ മുകളിൽ നിന്നും താഴേക്ക് വന്നു, വിവരം പറഞ്ഞു. അവർ മോനെ വിളിച്ചു എല്ലാ കാര്യവും പറഞ്ഞു. മോൻ പറഞ്ഞു, ഞാൻ നാളെ തന്നെ എത്താം, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ബുക്ക് ചെയ്യൂ. മക്കൾ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, പൈൽസ് അല്ല, കൊളോണോസ്കോപ്പി ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളൂ. അടുത്ത ദിവസം പോയി അത് ചെയ്തു. റിസൾട്ട് കിട്ടി, ഗുരുതരമാണ്. കുടലിൽ അടഞ്ഞു കിടക്കുന്ന മുഴയുണ്ട്. ഉടൻ സർജറി ചെയ്ത് ടെസ്റ്റിന് കൊടുക്കണം. അടുത്ത ദിവസം തന്നെ അഡ്മിറ്റായി. അടുത്ത ദിവസം സർജറി കഴിഞ്ഞു. 3 ദിവസം ഓർമ്മയില്ലാതെ ICUവിൽ കിടന്നു. കുടൽ വലതുഭാഗം വയർ വഴി പുറത്തേക്ക് വെച്ചു, ബാഗ് വെച്ചു. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നുട്ടോ, മാരക രോഗം. എന്തു ചെയ്യും? ഞാൻ എൻ്റെ ഭഗവാനോട് പറഞ്ഞതാണ് സർജറിക്ക് കയറി കിടന്നത്. ഭഗവാൻ കൂടെ തന്നെ ഓടക്കുഴലൂതിക്കൊണ്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നല്ല ധൈര്യം കിട്ടി. 3-ാം ദിവസം കുറച്ച് ഓർമ്മ കിട്ടിയപ്പോൾ ഡോക്ടർ മക്കളോട് പറഞ്ഞു, അമ്മയെ പോയി കണ്ടു വിളിച്ചു നോക്കൂ. അവർ അടുത്ത് വന്ന് വിളിച്ചു. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. ഞാൻ ആ റൂമിലായിരുന്നു. കൃഷ്ണ എന്ന് പറഞ്ഞു. അങ്ങനെ 13-ാമത്തെ ദിവസം വീട്ടിൽ വന്നു. 2 വർഷം കിടപ്പിൽ തന്നെ. ഞാൻ ഗുരുവായൂരിൽ വന്ന് കൃഷ്ണനെ കാണാമെന്ന് പ്രാർത്ഥിച്ചു. യാത്രയ്ക്ക് പ്രയാസമായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു. ഗുരുവായൂരിൽ പോകണമെന്ന് പറയുമായിരുന്നു. പ്രാർത്ഥനയുണ്ട്. അമ്മയ്ക്ക് അത്ര ദൂരം യാത്ര ചെയ്യാനായിട്ടില്ല എന്ന് പറയും. ബോഡി വീക്കാണല്ലോ, പോകാം. അങ്ങനെ കഴിഞ്ഞ മാസം എൻ്റെ വേണ്ടപ്പെട്ട ഒരു ബന്ധു മരിച്ചിരുന്നു കേട്ടോ. ഞാൻ അവരോട് പറയുമായിരുന്നു ഗുരുവായൂരിൽ പോയി തൊഴണമെന്ന്. അപ്പോൾ അവർ പറയും, കൃഷ്ണൻ വിളിക്കും, അതിനൊരു കാരണവും ഉണ്ടാവും, അപ്പോൾ പോകാം. അവർക്ക് ശ്വാസം മുട്ടായിരുന്നു. കഴിഞ്ഞ മാസം അവർ എന്നെ വിട്ടുപോയി. എനിക്ക് അവരെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചു. അവിടെ എൻ്റെ റിലേഷൻസ് വന്നിരുന്നു. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരൂ, കുറച്ച് ദിവസം അവിടെ ഇരിക്കാം, ഗുരുവായൂരിൽ പോകാൻ പ്രാർത്ഥന ഉണ്ടല്ലോ, ഞങ്ങൾ കൊണ്ടുപോകാം. ഇത് കേട്ടപ്പോൾ ഹസ്ബൻഡിനോട് അനുവാദം വാങ്ങി ഞാൻ ഗുരുവായൂരിൽ പോയി. ഭഗവാനെ കണ്ടു. കണ്ണു നിറഞ്ഞു, തൊഴുതു. പ്രസാദമൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. എന്നെ കൈപിടിച്ചുയർത്തിയ കണ്ണനെ എനിക്ക് ഇനിയും കാണണം. ഇപ്പോൾ ഞാൻ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്താ പറയേണ്ടതില്ലേ, രാവിലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു അനുഭവം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നതായിരിക്കാം. ഇത് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുള്ളവർക്ക് പറയാം. എന്തായാലും സുഖമായിട്ടിരിക്കുക എല്ലാവരും. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.